നമസ്കാരം. ബ്രിട്ടന്റെ 58ാം പ്രധാനമന്ത്രിയായി അധികാരമേറ്റ് 61-കാരനായ കെയർ സ്റ്റാർമർ പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിയുടെ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി ചാൾസ് രാജാവിനെ കെയർ സ്റ്റാർമർ സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ചുമതല ഒഴിയുന്ന ഋഷി സുനകിന് നന്ദി അറിയിച്ചുകൊണ്ടാണ് സ്റ്റാർമർ പദവി സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. സുനകിന്റെ നേട്ടങ്ങളെ വില കുറച്ച് കാണേണ്ടതില്ല എന്ന് തന്നെയാണ് സ്റ്റാർമർ പറയുന്നത്. യുകെയുടെ ആദ്യ ബ്രിട്ടീഷ് ഏഷ്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ സുനക് കാഴ്ചവെച്ച പ്രകടനവും അദ്ദേഹത്തിൻ്റെ അധ്വാനവുമൊക്കെ വില കുറച്ച് കാണേണ്ടതൊന്നല്ല എന്ന് പറയുന്നുണ്ട്. സുനകിൻ്റെ സമർപ്പണ ബോധം, പ്രയത്നം ഇവയൊക്കെ അംഗീകരിക്കേണ്ടതാണെന്നാണ് സ്റ്റാർമർ പറയുന്നത്. ശേഷം സ്ഥാനമേറ്റെടുത്ത ശേഷം അദ്ദേഹം പരമ്പരാഗതമായി തുടർന്നു പോരുന്ന പതിവ് തെറ്റിക്കാതെ തന്നെ ഡൗണിംഗ് സ്ട്രീറ്റിലെത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്തു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ലേബർ പാർട്ടിക്ക് വോട്ട് ചെയ്തവരെയും അല്ലാത്തവരെയും ഒക്കെ പുതിയ സർക്കാർ ഒരുപോലെ സേവിക്കുമെന്നുള്ള ഒരു ഉറപ്പ് കൂടി നൽകിയ ശേഷമാണ് പ്രധാനമന്ത്രി അവിടെ നിന്ന് പോയത്. ബ്രിട്ടനെ നവീകരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തി. രാഷ്ട്രം ആദ്യം, പാർട്ടി രണ്ടാമത് എന്നതാണ് നയമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. രാഷ്ട്രീയം എന്നത് നല്ലതിനു വേണ്ടിയായിരിക്കണമെന്നും പുതിയ സർക്കാർ അത് കാണിച്ചു തരുമെന്നുമൊക്കെ അദ്ദേഹം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു ബ്രിട്ടനിലെ ജനതയ്ക്ക്. ഇവിടെ കുത്തഴിഞ്ഞ പൊതുസേവനങ്ങൾ, വിലക്കയറ്റം, നേതാക്കളുടെ പൊള്ള വാഗ്ദാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാൽ ബ്രിട്ടീഷ് ജനത മടുത്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മാറ്റത്തിനുള്ള പ്രവർത്തനങ്ങൾ അത് എത്രയും വേഗം ആരംഭിക്കുമെന്നതിൽ സംശയം വേണ്ട എന്നുകൂടി ഉറപ്പ് കൊടുക്കുന്നു. ബ്രിട്ടനെ പുനർനിർമ്മിക്കുകയും ഒരു സ്വിച്ചിടുന്നത് പോലെ പരിവർത്തനങ്ങൾ സാധ്യമല്ല എന്നുള്ള ഉറപ്പ് പറയുകയും ചെയ്യുമ്പോഴും ഏറ്റവും അധികം അസ്ഥിരമായിട്ടുള്ള ഇടമാണ് ലോകമെന്നും അതുകൊണ്ട് മാറ്റത്തിന് സമയമെടുക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നിരുന്നാലും ആ മാറ്റങ്ങൾ അധികം വൈകില്ല എന്നുള്ള ഉറപ്പ് കൂടി അദ്ദേഹം ബ്രിട്ടനിലെ ജനത്തിന് നൽകുന്നുണ്ട്. 14 വർഷത്തെ കൺസർവേറ്റീവ് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നത്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ കെയർ സ്റ്റാർമർ മനുഷ്യാവകാശ പ്രവർത്തകൻ, ഒപ്പം തന്നെ മുൻ ചീഫ് സ്റ്റേറ്റ് പ്രോസിക്യൂട്ടറും ഒക്കെയാണ്. അതേസമയം സ്റ്റാർമറുടെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം അത് എങ്ങനെയാകും എന്നതിനെക്കുറിച്ച് ലോകം ഉറ്റുനോക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യയോടുള്ള കെയർ സ്റ്റാർമറുടെ സമീപനം എന്തായിരിക്കുമെന്നത് ലേബർ പാർട്ടിയുടെ 2024 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. ഇന്ത്യയുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള പുതിയ തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം, ഒപ്പം തന്നെ സുരക്ഷ, വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മേഖലകളിലൊക്കെ ആഴത്തിലുള്ള സഹകരണവും ശക്തമാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രകടന പത്രികയിൽ തന്നെ അന്ന് പറയുകയും ചെയ്തിരുന്നു. ഇതൊരു മാറിയ ലേബർ പാർട്ടിയാണ് എന്ന് കഴിഞ്ഞ വർഷം തന്നെ നടന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. ലേബർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ മുൻ നേതാവ് കൂടിയായിട്ടുള്ള ജെർമി കോർബിൻ കശ്മീർ വിഷയത്തിൽ ഇന്ത്യ വിരുദ്ധ നിലപാടായിരുന്നു അന്ന് സ്വീകരിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ കെയർ സ്റ്റാർമർ വടക്കൻ ലണ്ടനിലെ കിങ്സ്ബറിയിലെ ശ്രീ സ്വാമിനാരായണൻ ക്ഷേത്രത്തിലടക്കം സന്ദർശനം നടത്തിയ ഒരു പതിവ് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ലേബർ പാർട്ടിയിൽ നിന്ന് മാറിയ ഒരു ലേബർ പാർട്ടിയിലേക്ക് പോകുവാൻ കെയർ സ്റ്റാർമർക്ക് കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. മാത്രമല്ല, ഈ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വൻ ഭൂരിപക്ഷത്തിൽ കെയർ സ്റ്റാർമറിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടി അധികാരത്തിൽ വന്നതോടുകൂടി കാശ്മീർ വിഷയവുമായിട്ട്, കാശ്മീർ പ്രശ്നത്തിലെ അവരുടെ നിലപാട് ഇനി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇന്ത്യയുമായിട്ടുള്ള ബ്രിട്ടൻ്റെ ബന്ധത്തിൽ ഒരു പുതിയ അധ്യായത്തിന് കൂടി തുടക്കം കുറിക്കുകയാണ് ഇത് എന്ന് പറയേണ്ടി വരുന്നു. ലേബർ ഭരണകാലം തുടക്കമിടുന്നത് ഇതുകൂടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾ, ഒപ്പം തന്നെ കാശ്മീർ പ്രശ്നം തുടങ്ങിയ വിഷയങ്ങൾ മറ്റ് ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് കൂടുതൽ ശക്തമായി തന്നെ മുൻകാലങ്ങളിൽ ലേബർ പാർട്ടി പലപ്പോഴും ഏറ്റെടുത്തിട്ടുള്ള ഒരു വിഷയം കൂടിയായിരുന്നു. അത് ഈ സ്റ്റാർമറുടെ മുൻഗാമിയായിട്ടുള്ള ജെർമി കോർബിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലേബർ പാർട്ടി 2019 സെപ്റ്റംബറിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ അന്ന് ഈ കാശ്മീർ വിഷയവുമായി ബന്ധപ്പെട്ട് കാശ്മീരിലെ സ്ഥിതിയെക്കുറിച്ച് അടിയന്തര പ്രമേയം പാസ്സാക്കിയിരുന്നു. 2019 ഓഗസ്റ്റിൽ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഇന്ത്യൻ സർക്കാരിൻ്റെ തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അന്ന് വന്ന ഒരു പ്രമേയം. അത് മേഖലയിൽ മാനുഷിക പ്രതിസന്ധി ഉണ്ട് എന്നും കാശ്മീരികൾക്ക് സ്വയം നിർണയാവകാശ അത് നൽകേണ്ടതുണ്ട് എന്നുമൊക്കെ ആണ് അന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ജെർമി കോർബിനുമായിട്ട് ബന്ധപ്പെട്ട് ജെർമി കോർബിനെ അതിനുശേഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു സ്ഥിതിശേഷമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആ കാശ്മീരികൾക്ക് സ്വയം നിർണയാവകാശം വേണമെന്നൊക്കെ വാദിച്ച പാർട്ടിയിൽ നിന്ന് ലേബർ പാർട്ടിയുടെ നീക്കത്തെ പലപ്പോഴും ഇന്ത്യ അതിനെ അപലപിച്ചത് വിവരമില്ലാത്തതും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള ഒരു പ്രമേയമായിട്ടാണ് അതിനെ വിശേഷിപ്പിച്ചത്. ഇന്ത്യ വളരെ ശക്തമായിട്ട് തന്നെ അതുമായിട്ട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ജെർമി കോർബ് നേതൃത്വത്തിലുണ്ടായിരുന്ന ഘട്ടത്തിൽ ലേബർ പാർട്ടി സ്വീകരിച്ച പല തീവ്ര നിലപാടുകളും പിന്നീട് നേതൃത്വത്തിലെത്തിയ ഈ കെയർ സ്റ്റാർമർ അത് ലഘൂകരിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം പാർട്ടിയിലെ തീവ്ര ഇടതുപക്ഷക്കാരെ സ്റ്റാർമർ തുടച്ചു നീക്കുന്ന ഒരു സമീപനം ഉണ്ടാക്കി. അതിനാൽ തന്നെ കോർബിൻ്റെ നേതൃത്വത്തിൽ സ്വീകരിച്ച കാശ്മീർ നിലപാടിൽ സ്റ്റാർമർ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഇന്ത്യ ബ്രിട്ടൻ ബന്ധത്തിൽ നിർണായകമാകുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. കാരണം മുൻഗാമിയായിട്ടുള്ള ജെർമി കോർബിൻ്റെ നിലപാട് ഒരിക്കലും സ്റ്റാർമർ സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ജെർമി കോർബിൻ്റെ പാത പിന്തുടരുവാൻ കെയർ സ്റ്റാർമർ തയ്യാറല്ല എന്നുള്ള സൂചന കഴിഞ്ഞ വർഷം തന്നെ അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു. തീവ്ര ഇടതുപക്ഷക്കാരെ അടക്കം പാർട്ടിയിൽ നിന്നും തുളച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് കെയർ സ്റ്റാർമർ സ്വീകരിച്ചത്. മാത്രമല്ല, ഞാൻ അവസാനം പറഞ്ഞതുപോലെ
അമ്പല ദർശനങ്ങളടക്കം ക്ഷേത്ര ദർശനങ്ങളടക്കം നടത്തിയാണ് അന്ന് തിരഞ്ഞെടുപ്പിന് നേരിടുന്ന സമയത്ത് കെയർ സ്റ്റാർമർ ജനങ്ങളോടൊപ്പം സംവദിച്ചതും അവർക്ക് അധികാരങ്ങൾ ഏത് തരത്തിലായിരിക്കും പ്രയോഗിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായി ഉത്തമമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കും കെയർ സ്റ്റാർമർ എന്ന് പറയപ്പെടുന്ന ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി ഉണ്ടാകാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് വലിയ ഓർമ്മപ്പെടുത്തലുകളായിരിക്കും. മാത്രമല്ല ചരിത്രം ഒരിക്കൽ കൂടി പുനർജനിക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും. കെയർ സ്റ്റാർമർ ചിലപ്പോൾ പുതിയ തലത്തിലെ ലേബർ പാർട്ടിയാണ് അധികാരത്തിലെത്തിയത് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ നടത്തുമ്പോൾ പഴയ കാലഘട്ടത്തിലേക്ക് 1947 കാലഘട്ടത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകും. പഴയ ലേബർ പാർട്ടിയിൽ നിന്ന് പുതിയ ലേബർ പാർട്ടിയിലേക്ക് എങ്ങനെയാണ് കെയർ സ്റ്റാർമർ എത്തിയത് എന്ന് കാത്തിരുന്ന് കാണാം.